നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ സ്വഭാവം മാറും. ഞാനിങ്ങനെ ചുമ്മാ ഭാര്യയായിട്ട് നടക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഭർത്താവ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് വിലക്കണം. വഴക്ക് പറയേണ്ടി വന്നാൽ വഴക്ക് പറയണം. ഇനി മുതലേ അങ്ങനെ ഒരു ഭാര്യ ആവാനാ നന്ദിനി തീരുമാനിച്ചിരിക്കുന്നത്. നന്ദിനി, മദ്യം കയ്യിലെടുത്തിട്ട് അത് ആരെങ്കിലും തട്ടിപ്പറിക്കോ തിരിച്ചു വെക്കേണ്ടി വരിക ചെയ്താ എനിക്കത് ഭ്രാന്താവും. ഞാൻ കണ്ടാ മതിയല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടി മദ്യപിക്കാം. എന്താ? അതിന് താൻ കുടിക്കോ? സാറ് കഴിക്കുമെങ്കിൽ ഇനി മുതൽ ഞാനും കഴിക്കും. സാറിന് കഴിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് അല്ല 2 ഗ്ലാസ് എടുത്തു വെച്ചോ. എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടി അടിക്കാം. അടിച്ച് പൂസാവും. വെറുതെ തമാശ പറയല്ലേ? ഇതിലൊരു തമാശയില്ല. ഈ മദ്യം സാറ് കുടിക്കില്ല എന്ന് പറഞ്ഞാൽ കുടിക്കില്ല. ഞാനാ പറയുന്നേ. നന്ദിനി, അതെന്റെ ഫേവറേറ്റ് ബോട്ടിലാ. അതാ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിങ്ങതാ. ഇന്നത്തെ ദിവസം മാത്രമൊന്നുമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുഴുവൻ സാറ് കുടിക്കാതിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കഴുത്തിൽ താലിയും കെട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവകാശങ്ങളൊന്നുമില്ലാത്ത ഭാര്യ ആവാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി മോൻ കണ്ടോ, ഭാര്യ എന്ന് വെച്ചാൽ ശരിക്കുള്ള അർത്ഥം എന്താന്ന് കാണിച്ചു തരാം. ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്തൊരു നാറ്റത്! ഇതെങ്ങനെ കുടിക്കുന്നേ? ഇയാളിത് എന്തു പറ്റി? പോകാൻ പറഞ്ഞിട്ട് പോയതുമില്ല. ഇയാളെന്തെങ്ങനെ പെരുമാറുന്നേ? ഞാൻ എന്താ ഇങ്ങനെ പെരുമാറുന്നെന്ന് ചിന്തിക്കാവൂ. ആ, ചിന്തിക്കട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഏയ്, അയാളിതൊക്കെ ചുമ്മാ പറഞ്ഞാവോ? എന്റെ കള്ളുകൂടി നിർത്താൻ വേണ്ടി അച്ഛന് വാക്ക് കൊടുത്തിരിക്കുകയല്ലേ. ഇത് സാറിന് കൊടുത്ത വാക്കുകൊണ്ടൊന്നുമല്ല, ഇതെനിക്ക് വേണ്ടിയാ. ആരുമില്ലാതെ കരളുരുകി ചാവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഇനി ഞാൻ നിർത്തിക്കും. ആ പോട്ടെ, ഇന്നത്തെ ഒരു ദിവസം കൂടി അയക്ക് വേണ്ടി വിട്ടുകളയാം. പാവോ. സത്യത്തിൽ എന്തൊരു പാവ. ആരുടെയെങ്കിലും സങ്കടം കേട്ടാ മനസ്സലിയും, അവരുടെ കൂടെ വേദനിക്കും. അതൊക്കെ വളർന്ന സാഹചര്യത്തിൽ നിന്നും കിട്ടാവുന്ന ഗുണങ്ങളാണ്. അതിന്റെ അർത്ഥം സാറിന് നന്നായിട്ട് തന്നെ വളർത്തിയെന്നല്ലേ? സത്യ, ഏത് സാറിന്റെ ഗുണങ്ങളൊക്കെ സൂര്യ സാറിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരല്ലേ? അപ്പോ പത്മ മാഡവും നന്നായിട്ട് തന്നെയാ വളർത്തിയത്, അതുറപ്പാ. മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരാള് ഒരു തരി പോലും നശിച്ചൂടാ. എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്ന പോലെ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യം വേറെയുണ്ടോ? അതായത് മനസ്സിലാവില്ല. എന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ സഹിക്കില്ല. ഞാൻ ഒരുപാട് പണിയെടുക്കുന്ന ഇഷ്ടല്ല. എന്റെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ല. എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും. എത്ര വലിയ ആളുകളുടെ മുൻപിലും പരിചയപ്പെടുത്താനും മടിയില്ല. കമ്പനിയില് വലിയ വലിയ ആളുകൾ നിൽക്കേണ്ട സ്ഥാനത്ത് എന്നെ കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോ ഉള്ളിന്റെ ഉള്ളില് എന്നോട് സ്നേഹം തന്നെയല്ലേ? അല്ലാതെ പിന്നെ എന്താ? വഴിതെറ്റി നടന്ന ഒരു കുട്ടിയാ.
പതുക്കെ പതുക്കെ നന്നാക്കി എടുക്കണം. കുതറും, കുഴപ്പമുണ്ടാക്കും. പക്ഷെ എന്നാലും പിടിച്ചു നിർത്തണം. എന്നിട്ട് ഒരു ദിവസം യതി സാറിനോട് പറയണം, സാറ് പറഞ്ഞതുപോലെ ഇതാ നിൽക്കുന്നു സാറിന്റെ നല്ലവനായ മോനെന്ന്.